പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. കുറേയേറെ ദിവസങ്ങളായി നമ്മൾ ഈ ചാനലിൽ ഒരു ക്ലാസ് ചെയ്തിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്പനിയിൽ വായിച്ചിട്ടുണ്ടാവും. PSC ആവർത്തിച്ച് ചോദിക്കുന്ന 75 വൊക്കാബുലറികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് മാർക്ക് നഷ്ടപ്പെടുന്നൊരു മേഖല വൊക്കാബുലറിയാണ്. ഈ അടുത്ത കാലത്തൊക്കെ ചില കട്ടിയുള്ള വാക്കുകൾ ചോദിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പലരും ആശങ്കയിലാണ് എങ്ങനെയാണ് ഈ മേഖലയിൽ മാർക്ക് ഉറപ്പിക്കുക. കാരണം ഗ്രാമറിനെ സംബന്ധിച്ചിടത്തോളം കുറേ റൂൾസുകളും നിയമങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ വിഭാഗത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പിക്കാം. എന്നാൽ വൊക്കാബുലറി വിഭാഗത്തിലാണ് ആശങ്കയുള്ളത്. അതുകൊണ്ട് തന്നെ നിരന്തരം പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് വൊക്കാബുലറി പഠിക്കുക, എങ്ങനെയാണ് പഠിച്ച് തുടങ്ങണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയുടെ ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത, കഴിഞ്ഞ 25-26 വർഷത്തെ കേരള PSCയുടെ മുഴുവൻ ചോദ്യപേപ്പറുകളെയും പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്, ഒരു വലിയ പങ്ക് ചോദ്യം വൊക്കാബുലറി വിഭാഗത്തിൽ ആവർത്തിച്ച് വരുന്നവയാണ്. അത് കൃത്യമായി ശതമാനം പറയാൻ സാധിക്കില്ല. വലിയ ശതമാനം ചോദ്യങ്ങളും ഏറ്റവും അധികവും പരീക്ഷകളുടെ ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആണ്. പ്രത്യേകിച്ച് 2000-2020 കാലഘട്ടത്തിലുള്ളത്. അതായത് 1999 മുതലുള്ള 25-26 കൊല്ലത്തെ ചോദ്യങ്ങളാണ് പരിശോധിച്ചത്. അതിൽ 99 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ അളവ് കുറവായിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും പരീക്ഷകളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ റിപ്പീറ്റേഷൻ കുറവായിരിക്കുമല്ലോ. പിന്നീട് 2000-2020 കാലഘട്ടത്തിൽ കൃത്യമായി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, കൂടുതലായിട്ടും ഓരോ വർഷം കഴിയുന്തോറും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ അളവ് കൂടി വരികയാണ്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ ഒരു സയൻസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വർഷം കൂടുന്തോറും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ അളവ് കൂടും. അപ്പോൾ സ്വാഭാവികമായും 2023-24 വരെയുള്ള ഈ അടുത്ത കാലത്തുള്ള പരീക്ഷകൾ വരെയുള്ള ചോദ്യപേപ്പർ നമ്മൾ പരിശോധിച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ ഏറ്റവും ആവർത്തിച്ച് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങളുടെ മുമ്പിൽ ഒരു ലിസ്റ്റാക്കിയിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ വരുന്ന പരീക്ഷകളിലും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുമുള്ളത്. മാത്രമല്ല, പഠിച്ചു തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് വൊക്കാബുലറിയുടെ ബേസ് യഥാർത്ഥത്തിൽ ഈ വാക്കുകൾ കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൊക്കാബുലറി പഠിക്കുകയാണെങ്കിലും ഈ പറയുന്ന വാക്കുകൾ കഴിഞ്ഞിട്ടുള്ള പഠനം മതി. ഓക്കെ, ഇനി ഞാൻ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞ 75 വൊക്കാബുലറികൾ ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ ആൻറ്റണിംസ് വിഭാഗത്തിലുള്ള ചോദ്യങ്ങളാണ് ഊന്നൽ നൽകി പഠിപ്പിക്കുന്നത്. എന്നാൽ മറ്റൊരു സെഷൻ കൂടെ ഉണ്ടാവും, അത് സിനനിംസിൻ്റെ ഒരു ആംഗിളിലൂടെ ആയിരിക്കും. എന്നാൽ ഈ ക്ലാസ്സിൽ തന്നെ സിനനിംസ് ഉണ്ട്. ഇപ്പോൾ ഈ 75 വാക്കുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ പലതിൻ്റെയും സിനനിംസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് ഇവിടെ തന്നെ ആൻറ്റണിമും സിനനിമും നിങ്ങൾക്ക് കിട്ടുമെങ്കിലും ഒരു സെഷൻ കൂടി ഉണ്ടാവും. അത് ഇതുപോലെ ഒരു 75-100ഓളം വാക്കുകൾ സിനനിംസിൻ്റെ ആംഗിളിലൂടെ തിരിച്ചു നമ്മൾ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആൻറ്റണിം ആൻഡ് സിനനിം എന്ന് പറയുന്ന മൊത്തത്തിൽ ആ വൊക്കാബുലറി വിഭാഗത്തിലെ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ആൻറ്റണിംസിനും സിനനിംസിനും ഉപയോഗപ്പെടും. വളരെ സുപ്രധാനമായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഈ 75 വാക്കുകളെ പരിചയപ്പെടാൻ പോവുകയാണ്. 1. 2, ഈ വാക്കുകളെ പരിചയപ്പെട്ടാൽ പോരല്ലോ, ഞാനിത് ആവർത്തിച്ച് വരുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഉറപ്പാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു 10-20 കൊല്ലത്തിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള ആവർത്തിച്ച് വന്നിട്ടുള്ള ഈ ചോദ്യങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 100 എണ്ണം സെലക്ട് ചെയ്തിട്ട് ഒരു പ്രാക്ടീസ് ടെസ്റ്റ്, ഇനി മോക്ക് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഒരു പ്രാക്ടീസ് ടെസ്റ്റ് കൂടിയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 75 വാക്കുകൾ ഡിസ്കസ് ചെയ്യും, പഠിക്കും. അതിനുശേഷം പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ട്. പ്രാക്ടീസ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ വീഡിയോയുടെ 75ാമത്തെ വാക്ക് പഠിച്ചു കഴിയുമ്പോൾ പറയും. അതുകൊണ്ട് ഈ ക്ലാസ് ആദ്യ അവസാനം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഈ സെഷനിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഈ ക്ലാസ്സിലേക്ക്. നമ്മൾ ഒന്നാമത് പഠിക്കുന്ന വേർഡ് ഇതാണ്. ഏറ്റവും അധികം PSC ചോദിച്ചിട്ടുള്ള വാക്കുകൾ, മൊത്തം വാക്കുകളുടെ ഫ്രീക്വൻസി നോക്കിയപ്പോൾ 10ൽ കൂടുതൽ തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള വാക്കുകൾ ധാരാളമുണ്ട്. അതിലൊന്നാണ് ഇതെനിക്ക് തോന്നുന്നത് ഒരു 15-20 തവണ എൻ്റെ കയ്യിലുള്ള ചോദ്യങ്ങളിൽ തന്നെ ചോദിച്ചായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്രയും അധികം ഫ്രീക്വൻസി കൂടുതലുള്ള ഒരു ചോദ്യം ആയതുകൊണ്ടാണ് ഇതിവിടെ തരുന്നത്. അക്വിറ്റ്. അക്വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവിമുക്തമാക്കുക എന്നാണ്. കുറ്റവിമുക്തമാക്കുക എന്നാണ് അക്വിറ്റ്. അപ്പോൾ കൃത്യമായി അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ നോക്കിയിട്ട് പഠിക്കണം. അക്വിറ്റ്, കുറ്റവിമുക്തമാക്കുക. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അക്വിറ്റ്, കുറ്റവിമുക്തമാക്കുക.
ഓക്കെ, ഒരാളെ കുറ്റത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ വേറൊരു സിനനിംസ് കൂടി, നമ്മൾ ആൻ്റണിമാണ് ബേസ് ചെയ്തിട്ട് പഠിക്കുന്നതെങ്കിൽ കൂടി നമ്മൾ ആദ്യം ഇതിൻ്റെ സിനനിം കൂടെ ഒന്ന് പഠിച്ചു പോവുക. അക്വിറ്റിൻ്റെ മറ്റൊരു സിനനിമാണ് എക്സോണറേറ്റ്. കാലങ്ങളായിട്ട് ചോദിച്ചു വരുന്നത് അക്വിറ്റാണ്. അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞതിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ചിലപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സിനനിമായിട്ട് വരുന്നത് ചിലപ്പോൾ എക്സോണറേറ്റായിരിക്കും. അപ്പോൾ കുറ്റവിമുക്തമാക്കുക എന്നതിൻ്റെ മറ്റൊരു വേർഡാണ് എക്സോണറേറ്റ്. എക്സോണറേറ്റ് നോക്കൂ, എക്സോണറേറ്റ് സ്പെല്ലിംഗ് ഉൾപ്പെടെ പഠിക്കുക. ഈ ക്ലാസ് കംപ്ലീറ്റ് നിങ്ങളൊരു നോട്ടിൽ എഴുതി വെക്കണം. ഒരു നോട്ട്ബുക്ക് അതിന് കൃത്യമായിട്ട് നോട്ട്ബുക്കിൻ്റെ ഒരു ഭാഗം അതിനു വേണ്ടി മാറ്റി വെച്ചോളൂ. ഓക്കെ, ഇനി അക്വിറ്റ് അല്ലെങ്കിൽ എക്സോണറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവിമുക്തമാക്കുക എന്നാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? കുറ്റം ചുമത്തുക എന്നുള്ള വാക്കായിരിക്കണം. അപ്പോൾ അക്വിറ്റിൻ്റെയും എക്സോണറേറ്റിൻ്റെയും ആൻ്റണിമായിട്ടുള്ള വേർഡ് കോൺവിക്റ്റ്. കോൺവിക്റ്റ് കുറ്റക്കാരനാക്കുക, കുറ്റക്കാരനെന്ന് വിധിക്കുക ഒന്നാമത്തെ. അതുപോലെ കണ്ടൻ എന്ന് പറയുന്നൊരു വാക്കും ചില സമയങ്ങളിൽ ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. കണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുച്ഛിക്കുക എന്ന അർത്ഥത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. എന്നാൽ കണ്ടൻ എന്ന് പറയുന്ന വേർഡിന് കുറ്റവാളിയാക്കുക, കുറ്റപ്പെടുത്തുക, ഓക്കെ, ഇൻക്രിമിനേറ്റ് ചെയ്യുക എന്ന അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ അക്വിറ്റ്, എക്സോണറേറ്റ് എന്ന് പറയുന്ന രണ്ട് വാക്കുകളിൽ ഏതിൻ്റെയും ഓപ്പോസിറ്റ് വേർഡായി വരാവുന്ന വേർഡാണ് കോൺവിക്റ്റ് ആൻഡ് കണ്ടൻ. അപ്പോൾ ഒന്നാമത്തെ വാക്ക് നമ്മൾ അക്വിറ്റാണ് പഠിച്ചത്. അക്വിറ്റിൻ്റെ സിനോണിം എക്സോണറേറ്റ്. വേറെയും സിനോണിംസും ആൻ്റണിംസും ഒക്കെ ഉണ്ടാവാം, പക്ഷേ നമ്മൾ ഇതിൻ്റെ എസെൻഷ്യലായിട്ട് പഠിച്ചിരിക്കേണ്ട, ഫോക്കസ് ചെയ്യേണ്ട വാക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് പഠിച്ചല്ലോ, പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ക്ലാസ്സിൽ 75 വാക്കുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ഇത് എളുപ്പത്തിൽ ഓരോ വാക്കുകൾ പഠിച്ചതിന് ശേഷം പെർട്ടിക്കുലർ വേർഡ്സുകൾ മാത്രം കിട്ടണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ടൈം സ്റ്റാമ്പ് ഇപ്പോൾ 50ാമത്തെ വേർഡ് മാത്രം കിട്ടണം. അപ്പോൾ 50 മാത്രം കിട്ടണമെങ്കിൽ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ടൈം സ്റ്റാമ്പായിട്ട്. അവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓരോ വാക്കിലേക്ക് കയറിച്ചില്ല. അതായത് ടൈം മൊത്തം ലൈവ് കണ്ട് സമയം വെറുതെ കളയണ്ട. ഒരു തവണ നല്ല ഫാസ്റ്റായിട്ട് അടിച്ച് കാണാം. ഓക്കെ, ഫാസ്റ്റ് എൻ്റെ ക്ലാസ് വളരെ സ്ലോ ആണെങ്കിൽ ഒന്ന് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഫാസ്റ്റായിട്ട് ഇത് മൊത്തം കാണാം. അതിനുശേഷം നിങ്ങൾക്ക് പെർട്ടിക്കുലർ വേർഡ്സ് ആണെങ്കിൽ 75 വാക്കിൽ ഏതാണോ വേണ്ടത് അത് മാത്രമായിട്ട് ഇങ്ങനെ അടിയിൽ ലിങ്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കണ്ടാലും മതി. ഓക്കെ, ഇനി സമയമുള്ളവർ ഇത് മുഴുവൻ നല്ല വിശദമായിട്ടിരുന്ന് കണ്ടോളൂ. അപ്പോൾ അത് ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ കോൺവിക്റ്റ്, കണ്ടൻ. ഇനി രണ്ടാമത്തെ വേർഡിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ വെറ്റേറൻ. ഇത് എത്ര തവണ ചോദിച്ചെന്ന് പറയാൻ സാധിക്കില്ല. അത്രയും അധികം തവണ PSC പരീക്ഷയിൽ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് വെറ്റേറൻ. വെറ്റേറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവ സമ്പത്തുള്ള, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള. ഇതിൻ്റെ ഒരു സിനോണിമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, എക്സ്പീരിയൻസ്ഡ്. എക്സ്പീരിയൻസ്ഡ് എന്ന് പറയാം, എക്സ്പീരിയൻസ്ഡ്. ഇതിൻ്റെ ആൻ്റണിയും സ്വാഭാവികമായിട്ടും അനുഭവ സമ്പത്തില്ലാത്ത എന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ പുതുമുഖക്കാരൻ എന്ന അർത്ഥത്തിൽ നൊവിസ് എന്ന് പറയുന്ന വേർഡ് ആണ് സാധാരണ ചോദിക്കാറുള്ളത്. ഓക്കെ, നോക്കൂ, നോവിസ്. ഓക്കെ, നോവിസ്. പിന്നെ നിയോഫൈറ്റ് എന്നൊക്കെ പറയുന്ന വേർഡും ഇതിൻ്റെ സിനോണിമായിട്ട് വരാം. നിയോഫൈറ്റ് എന്ന് പറഞ്ഞാൽ നോവിസാണ്, പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. നോവിസ്, നിയോഫൈറ്റ്. എക്സ്പീരിയൻസ്ഡ്, വെറ്റേറൻ. ഓക്കെ, മറക്കരുത്. ഇത് ഈ വെറ്റേറൻ നോവിസും അത്രയും തവണ, എനിക്ക് പറയാൻ സാധിക്കില്ല, അത്രയും തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു 20 തവണ എൻ്റെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ റിപ്പീറ്റഡായിട്ട് കാണുന്നുണ്ട്. അഗ്രവേറ്റ്. ഇതേപോലെ ഏറ്റവും കൂടുതൽ PSC ആവർത്തിച്ച് ചോദിക്കുന്ന അടുത്ത മൂന്നാമത്തെ വേർഡാണ് അഗ്രവേറ്റ്. വഷളാക്കുക, എന്തെങ്കിലും ഒരു സംഗതിയെ കൂടുതൽ വഷളാക്കുക, അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക, ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന വേർഡാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമിപ്പിക്കുക, കുറയ്ക്കുക എന്ന അർത്ഥത്തിലുള്ളതാണ് മിറ്റിഗേറ്റ്. അപ്പോൾ അഗ്രവേറ്റും മിറ്റിഗേറ്റും PSCക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകളാണ്. അഗ്രവേറ്റ്, മിറ്റിഗേറ്റ്. അഗ്രവേറ്റ്, മിറ്റിഗേറ്റ്. അഗ്രവേറ്റ് വർദ്ധിപ്പിക്കുക, മിറ്റിഗേറ്റ് ശമിപ്പിക്കുക. വേറൊരു വേർഡ് ഉണ്ട്, അലവിയേറ്റ് അല്ലേ. മിറ്റിഗേറ്റ് കൂടാതെ അലവിയേറ്റ്, ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, അലവിയേറ്റ്. ഓക്കെ, മിറ്റിഗേറ്റും അലവിയേറ്റും ശമിപ്പിക്കുക. അഗ്രവേറ്റ്, ഓപ്പോസിറ്റ് അലവിയേറ്റ് ആൻഡ് മിറ്റിഗേറ്റ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? അലവിയേറ്റ് ആൻഡ് മിറ്റിഗേറ്റ്. ഇനി അടുത്തത് നാലാമത്തെ വേർഡ് സെനിത്ത്. ഇതും PSCയുടെ പ്രിയപ്പെട്ട ഒരു വേർഡാണ്. എത്രയോ പരീക്ഷകളിൽ, ഒരു 10-20 വർഷം മുമ്പത്തെ പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ അടുത്ത് നടന്ന പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ട്. സെനിത്ത്. സെനിത്ത് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയെങ്കിലും ഔന്നിത്യം, മൂർധന്യാവസ്ഥ, ഏറ്റവും ഉയരത്തിലുള്ള അവസ്ഥ. പല ക്ലാസ്സിലും ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഞാൻ പറയാറുണ്ട് അല്ലേ, രണ്ടാളുകളുടെ പേര് പോലെയുള്ളതുകൊണ്ട് ഒരു മലേൻ്റെ മുകളിൽ മൂർധന്യാവസ്ഥയിൽ ഒരാളിരിക്കുന്നുണ്ട്. അയാളുടെ പേരാണ് മിസ്റ്റർ സെനിത്ത്.
അല്ലേ, ഒരു പേര് പോലെയല്ലേ, ഒരു ആൺകുട്ടിയുടെ പേര് പോലെ. നിങ്ങൾ താഴെ അതോ തലത്തിൽ ഏറ്റവും ഡീപ്പായിട്ടുള്ള സ്ഥലത്ത് ആരിയ്ക്കുന്നുണ്ട്? നമ്മളെ നദീറ ഇരിക്കുന്നുണ്ട്. നദീറ, നാദിർ. ഓക്കെ, അതോ തലത്തിന് നാദിർ. ഓക്കെ, അതോ ഭാഗം ഏറ്റവും താഴത്തെ നില. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും നദീറ. ഇവിടുന്ന് ആരെ വിളിക്കുകയാണ്? പ്രിയപ്പെട്ട ജനിത്തിനെ വിളിക്കുകയാണ്. ജനിത്തേ എന്ന് വിളിക്കുകയാണ്. ആര്? നദീറ. ഓക്കെ, അപ്പോൾ നാദിർ, ജനിത്ത് മറക്കരുത്. നാദിറും അതുപോലെ ജനിത്തും. ജനിത്ത്, നാദിർ. നെക്സ്റ്റ് 5ാമത്തെ വേർഡ് റിവീൽ, രഹസ്യം വെളിപ്പെടുത്തുക. ഒരു ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു രഹസ്യത്തെ വെളിപ്പെടുത്തുക എന്ന അർത്ഥത്തിലാണ് റിവീൽ. ഓക്കെ, എന്നാൽ കൺസീൽ എന്ന് പറഞ്ഞാൽ ഹൈഡ്, മറച്ചു വയ്ക്കുക. ഹൈഡ്, മറച്ചു വെക്കുക. കൺസീൽ, കൺസീൽ, മറച്ചു വെക്കുക. റിവീൽ, വെളിപ്പെടുത്തുക. കൺസീൽ, മറച്ചു വെക്കുക. റിവീൽ, വെളിപ്പെടുത്തുക. ഗോട്ട് ഇറ്റ്? ഇനി നമ്മൾ 6ാമത്തെ വാക്കിലേക്ക് പോവുകയാണ്. 6ാമത്തെ വേർഡ് എന്ന് പറയുന്നത് എക്സ്ട്രാവേഗൻറ്റ്. ഓക്കെ, എക്സ്ട്രാവേഗൻറ്റ് എന്ന് പറഞ്ഞാൽ ദുർവ്യയം ചെയ്യുന്നയാൾ, അമിതമായി ചിലവഴിക്കുന്ന, അമിത വ്യയം ചെയ്യുന്നയാൾ. എക്സ്ട്രാവേഗൻറ്റ്. ഓക്കെ, സ്പെൻ ത്രിഫ്റ്റ് എന്ന് പറയാം അല്ലേ, വേറൊരു വേർഡാണ് സ്പെൻ ത്രിഫ്റ്റ്. അപ്പോൾ എക്സ്ട്രാവേഗൻറ്റിൻ്റെ സിനോണിംസ് ചോദിച്ചേക്കാം. സ്പെൻ ത്രിഫ്റ്റ്, എക്സ്ട്രാവേഗൻറ്റ്, സ്പെൻ ത്രിഫ്റ്റ്. ഇത് രണ്ടും പരീക്ഷയിൽ നിരന്തരം ചോദിക്കുന്ന 2 വാക്കുകളാണ്, എക്സ്ട്രാവേഗൻറ്റ് ആൻഡ് സ്പെൻ ത്രിഫ്റ്റ്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് നിങ്ങൾക്കറിയാം, മിതവ്യയമുള്ള, പിശുക്കുള്ള, അല്ലേ, കരുതിക്കൂട്ടി ചിലവാക്കുന്ന. അപ്പോൾ ആ രൂപത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വന്നിട്ടുള്ളത് ഒന്ന് ഫ്രൂഗലാണ്. ഫ്രൂഗൽ, 6 ഉണ്ട് കേട്ടോ, ഫ്യൂഗൽ അല്ല, ഫ്രൂഗൽ. ഫ്രൂഗൽ, ത്രിഫ്റ്റി. ഫ്രൂഗൽ ആൻഡ് ത്രിഫ്റ്റി. ഓക്കെ, എന്താണ്? ഫ്രൂഗൽ ആൻഡ് ത്രിഫ്റ്റി, മിതവ്യയശീലമുള്ള. ത്രിഫ്റ്റി, പിശുക്കുള്ള, അല്ലെങ്കിൽ മൈസേളി, പിശുക്കനായിട്ടുള്ള. വീണ്ടും ഒന്നുകൂടെ ഉണ്ട് എക്കണോമിക്കൽ. ഇതെല്ലാം വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ആണ്, ബിക്കോസ് ദീസ് ഓൾ വേർഡ്സ് ആർ ആസ്ക്ഡ് റിപ്പീറ്റഡ്ലി ഇൻ സെവറൽ എക്സാമിനേഷൻസ്. സോ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്ട്രാവേഗൻറ്റ്, സ്പെൻത്രിഫ്റ്റ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് ഫ്രൂഗൽ, ത്രിഫ്റ്റി, മൈസർലി ആൻഡ് എക്കണോമിക്കൽ. ഓക്കെ, പിശുക്കുള്ള, കരുതിക്കുട്ടി, മിതവ്യയത്തോടുകൂടി ചെലവഴിക്കുന്ന എന്നൊക്കെയാണ് ഫ്രൂഗൽ, ത്രിഫ്റ്റി, മൈസേർലി, എക്കണോമിക്കൽ എന്നീ പറയുന്ന വാക്കുകളുടെ അർത്ഥം. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വേർഡ് എന്താണ്? 7ാമത്തെ വേർഡ് ഒന്ന് നോക്കിയേ. ഓക്കെ, അഡ്വേഴ്സിറ്റി. അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വിപത്താണ്. വിപത്ത്, കഷ്ടകാലം, വിപത്ത് എന്ന അർത്ഥത്തിലാണ് അഡ്വേഴ്സിറ്റി എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാം. അതിൻ്റെ ഓപ്പോസിറ്റ് പ്രോസ്പെരിറ്റി, സമൃദ്ധി, അഭിവൃദ്ധി എന്നാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു വേർഡാണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വേർഡാണ്. അഡ്വേഴ്സിറ്റി, പ്രോസ്പെരിറ്റി, അഡ്വേഴ്സിറ്റി, പ്രോസ്പെരിറ്റി, അഡ്വേഴ്സിറ്റി, പ്രോസ്പെരിറ്റി. ഓക്കെ, ഇനി അടുത്ത വാക്കിലേക്ക് നമുക്ക് പോകാം. 8ാമത്തെ വേർഡ് ഡിലിജൻറ്റ്. ഡിലിജൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അധ്വാനശീലമുള്ള, കഠിനമായിട്ട് അധ്വാനിക്കുന്ന, ഭയങ്കര ഉത്സാഹത്തോട് കൂടിയിട്ട് ജോലി ചെയ്യുന്ന ഡിലിജൻറ്റ്. അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം, മടിയനായിട്ടുള്ള, ലേസി. ലേസി, ഐഡിൽ, അലസമായ. ലേസി, ഐഡിൽ, ഇത് എപ്പോഴും ചോദിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ചോദിക്കാം. ലേസിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഡിലിജൻറ്റ്. ഡിലിജൻ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ലേസി, ഐഡിൽ. ഓക്കെ, പ്രധാനപ്പെട്ടത് കേട്ടോ. യെസ്, അപ്പോൾ 8ാമത്തെ വാക്ക് പഠിച്ചല്ലോ. അങ്ങനെയെങ്കിൽ 9ാമത്തെ വാക്കിലേക്ക് നമുക്ക് കടക്കാം. 9ാമത്തെ വേർഡ് എന്ന് പറയുന്നത് ഡീപ്പ്. ഡീപ്പ് എന്ന് പറഞ്ഞാൽ ആഴമുള്ളത്. അപ്പോൾ ആഴം കുറഞ്ഞതിന് എന്ത് പറയും? ഷാലോ അല്ലേ, ഷാലോ, ആഴം കുറവുള്ളത്. അത് വലിയൊരു കുഴിയുടെയോ പുഴയുടെയോ ഒക്കെ ആഴം കുറഞ്ഞതാണ് ഷാലോ റിവർ അല്ലേ, ഷാലോ പിറ്റ് എന്നൊക്കെ പറയാം. മനുഷ്യൻ്റെ മനസ്സും ചില സമയത്ത് ഷാലോ ആവാറുണ്ട്, അതായത് കൂടുതൽ അറിവില്ലാത്ത, ഷാലോ മൈൻഡ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഷാലോ, ആഴം കുറഞ്ഞ, ഷാലോ മറക്കരുത്. 10ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അട്രാക്റ്റ്. അട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ആകർഷിക്കലാണ്. അപ്പോൾ വികർഷിക്കുന്നതിന് എന്താ പറയുക? യെസ്, റിപ്പൽ. റിപ്പൽ എന്ന് പറഞ്ഞാൽ വികർഷിക്കുക. റിപ്പൾസ് എന്നും പറയും. നോക്കെ, റിപ്പൽ, റിപ്പൾസ്. അപ്പോൾ ഓർക്കാൻ എളുപ്പമാണ് രണ്ടും അല്ലേ. റിപ്പൽ വികർഷിക്കുക. റിപ്പൾസ്, റിപ്പൾഷൻ. ഇതിൻ്റെ നൗൺ എന്താണ്? റിപ്പൾഷൻ. ഓക്കെ, ചിലപ്പോൾ അട്രാക്ഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. അട്രാക്ഷൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഇത് നൗണാണ്. അട്രാക്റ്റിൻ്റെ നൗണ് അട്രാക്ഷൻ. അപ്പോൾ റിപ്പൾസ്, റിപ്പൾഷൻ. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പോൾ ആ രൂപത്തിൽ മനസ്സിലാക്കുക, റിപ്പൽ ഓർ റിപ്പൾസ്. അടുത്ത 11ാമത്തെ വേർഡാണ് അക്സെപ്റ്റ്. അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കലാണ്. അപ്പോൾ മറ്റേത് നിരസിക്കുക അല്ലേ, അതിനെ നമുക്ക് റിജക്റ്റ് പറയാൻ സാധിക്കും. റിജക്റ്റ്,
ഡിക്ലൈൻ, റിജക്റ്റ്, ഡിക്ലൈൻ, നിരസിക്കുക. നിങ്ങളൊരാൾ ഒരു കാര്യത്തിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ യു ക്യാൻ അക്സെപ്റ്റ് ദറ്റ് ഇൻവൈറ്റേഷൻ, അതർവൈസ് യു ക്യാൻ റിജക്റ്റ് ഓർ ഡിക്ലൈൻ. ഓക്കെ. സോ ദ നെക്സ്റ്റ് വേർഡ് ഈസ് 12th വേർഡ്. 12ാമത്തെ വേർഡ് എന്ന് പറയുന്നത് ലീനിയൻറ്റ്. വളരെ ലീനിയൻ്റ് ആയിട്ടുള്ള പെരുമാറ്റമാണെന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ലീനിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ലീനിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യമായിട്ടുള്ള, ഓപ്പോസിറ്റ് സ്റ്റേൺ ആണ്, കർക്കശമായിട്ടുള്ള. ലീനിയൻ്റ് ഓപ്പോസിറ്റ് സ്റ്റേൺ, വളരെ കർക്കശമായിട്ടുള്ള. ലീനിയൻ്റ് ഓപ്പോസിറ്റ് സ്റ്റേൺ, കർക്കശമായിട്ടുള്ള. സ്ട്രിക്റ്റ് കർക്കശമായിട്ടുള്ള. ബോൾഡ്, ഇതും പരീക്ഷയ്ക്ക് ഒത്തിരി തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ലീനിയൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് സ്റ്റേൺ, സ്ട്രിക്റ്റ്, ബോൾഡ്. ഒക്കെ വളരെ പ്രധാനപ്പെട്ട വേർഡ്സാണ്. ലീനിയൻ്റ് ഓപ്പോസിറ്റ് സ്റ്റേൺ, സ്ട്രിക്റ്റ് അല്ലേ. രണ്ടും എസ് ടി വെച്ച് വളർന്നുകൊണ്ട് ഓർക്കാൻ എളുപ്പം. സ്റ്റേൺ, സ്ട്രിക്റ്റ്. പിന്നെ ബോൾഡ്, ഭയങ്കര കർക്കശമായിട്ടുള്ളത്. ഗോട്ട് ഇറ്റ്? ലീനിയൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സാണ്. ഇനി നമുക്ക് 13ാമത്തെ വേർഡിലേക്ക് കിടക്കാം. എന്താ 13ാമത്തെ? യെസ്, അസംബിൾ. അസംബിൾ എന്ന് പറഞ്ഞാൽ സമ്മേളിക്കുക അല്ലേ. അസംബ്ലി എന്ന് പറയാറുണ്ട് നമ്മൾ നൗണായിട്ട്. അസംബിൾ എല്ലാവരും കൊണ്ട് കൂടിച്ചേരുക. അസംബിൾ, സമ്മേളിക്കുക. ഗ്യാദർ, സമ്മേളിക്കുക, അല്ലെങ്കിൽ കൂടെ കൂട്ടുക അല്ലേ. കൂടിച്ചേരുക അല്ലെങ്കിൽ ശേഖരിക്കുക, കൂട്ടം കൂടുക. ഗ്യാദർ. ഓക്കെ. അപ്പോൾ ഓൾ ഓഫ് യു ഗ്യാതേർഡ് ഹിയർ എന്നൊക്കെ പറയാറുണ്ടല്ലേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും. ഗ്യാദർ, കൂട്ടം കൂടുക, കൂടിയിരിക്കുക. അസംബിൾ. അപ്പോൾ പിരിച്ചു വിടുന്നതിന് നമ്മളെന്താ പറയുക? നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അസംബ്ലി പിരിച്ചു വിടുമ്പോൾ അല്ലേ, അസംബ്ലി ഡിസ്പേഴ്സ്ഡ്. അപ്പോൾ ഡിസ്പേഴ്സ്, പിരിച്ചു വിടുക. ഡിസ്പേഴ്സ്. ഓക്കെ. ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പിരിച്ചു വിടുക. അസംബിൾ, ഗ്യാദർ. അസംബിളും ഗ്യാദറും കഴിഞ്ഞാൽ ഡിസ്പേഴ്സ്, പിരിച്ചു വിടുക. അസംബിൾ, ഗ്യാദർ, ഓപ്പോസിറ്റ് ഡിസ്പേഴ്സ്. അസംബ്ലി, ഡിസ്പേഴ്സ്. ദ ക്ലാസ് ഹാസ് ബീൻ ഡിസ്പേഴ്സ്ഡ്. ക്ലാസ് പിരിച്ചു വിട്ടിരിക്കുന്നു. ദ മീറ്റിംഗ് ഹാസ് ബീൻ ഡിസ്പേഴ്സ്ഡ്. മീറ്റിംഗ് പിരിച്ചു വിട്ടിരിക്കുന്നു. ഓക്കെ. ഇനി അടുത്തത് 14ാമത്തെ വേർഡ് ബ്രേവറിയാണ്. ബ്രേവറി എന്ന് പറഞ്ഞാൽ ധീരതയാണ്. ധൈര്യം, ധീരത. സ്വാഭാവികമായിട്ടും ഭീരുത്വം, ഭയം, ഭീരുത്വം അല്ലേ. ആ രൂപത്തിലാണെങ്കിൽ കൊവാർഡിസ്. ഇതൊക്കെ എത്രയോ തവണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ചിലപ്പോൾ നൗണ് ചോദിക്കണമെന്നില്ല. കൊവാർഡ് എന്ന് പറഞ്ഞാൽ ഭീരു. കൊവാർഡിസ് എന്ന് തന്നെ ചോദിക്കണമെന്നില്ല. അപ്പോൾ കൊവാർഡിൻ്റെത് ബ്രേവ്. കൊവാർഡിസ്, ബ്രേവറി. ഓക്കെ. അടുത്ത വേർഡ് എന്ന് പറയുന്നത് 15ാമത്തത് ഹോണസ്റ്റ് ആണ്. ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള, അല്ലെങ്കിൽ വിശ്വസ്തനായിട്ടുള്ള എന്നൊക്കെ പറയാം. സത്യസന്ധമായിട്ടുള്ള. ഇവിടെ ഇതിൻ്റെ അഡ്ജക്റ്റീവ് ഓണറബിൾ ആണ്. ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓണറബിൾ എന്ന്, ചിലപ്പോൾ ഓണസ്റ്റ് എന്നായിരിക്കും ചോദിക്കാം. ഗോട്ട് ഇറ്റ്? അപ്പോൾ നോക്കൂ, ഒന്ന് ഓപ്പോസിറ്റ് ഡിസോണസ്റ്റ്. ഓണസ്റ്റ്, ഡിസോണസ്റ്റ്. ഓണസ്റ്റ്, ഡിസോണസ്റ്റ്. ഇതിൽ എച്ച് സൈലൻ്റ് ആയിരിക്കും വായിക്കുമ്പോൾ. ഓണസ്റ്റ്, ഡിസോണസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇത് ഓണറബിൾ ആണെങ്കിൽ ഡിസോണറബിൾ. ഓണറബിൾ, ഡിസോണറബിൾ. ഓണറബിൾ, ഓപ്പോസിറ്റ് ഡിസോണറബിൾ. ഓക്കെ. ഗോട്ട് ഇറ്റ്? 16ാമത്തെ വേർഡിലേക്ക് വരാം. അപ്പിയർ. അപ്പിയർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക. സ്വാഭാവികമായിട്ടും അപ്രത്യക്ഷമാവുക എന്ന അർത്ഥത്തിൽ ഡിസപ്പിയർ ആണ് ഉപയോഗിക്കുക. ഇതും പലതവണ ചോദിച്ചു വന്നിട്ടുള്ള ഒരു വേർഡാണ്. ഓക്കെ. അപ്പിയർ, ഡിസപ്പിയർ. ഇനി വേണമെങ്കിൽ ഡിസപ്പിയർ കൂടാതെ വാനിഷ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പിയറിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസപ്പിയർ ഓർ വാനിഷ്, അപ്രത്യക്ഷമാവുക. ഓക്കെ. വാനിഷ്, അപ്പിയർ, ഡിസപ്പിയർ, വാനിഷ്. നെക്സ്റ്റ് വേർഡ് ഈസ് ഒപ്റ്റിമിസ്റ്റ്. ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസിയായിട്ട്, ശുഭാപ്തി വിശ്വാസം ഉണ്ടാവുക. എല്ലാ കാര്യങ്ങളുടെയും ബ്രൈറ്റ് സൈഡ്സ് മാത്രം കാണുന്ന പോസിറ്റീവായിട്ടുള്ള ആളുകളെ ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയും. പോസിറ്റീവായിട്ടുള്ള ആളുകളെ. ഓപ്പോസിറ്റ് എന്തായിരിക്കും? നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പറയുന്ന ദോഷൈക ദൃക്കിന് ഇംഗ്ലീഷിൽ പെസിമിസ്റ്റ് എന്ന് പറയും. ഒത്തിരി തവണ, എത്ര തവണ പരീക്ഷയ്ക്ക് വെച്ചെന്ന് പറയാൻ സാർ, അത്രയും അധികം തവണ റിപ്പീറ്റ് ചെയ്ത് വാക്കാണ് ഒപ്റ്റിമിസ്റ്റ് ആൻഡ് പെസിമിസ്റ്റ്. ചിലപ്പോൾ ഒരിക്കൽ മയോപ്പിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നു കേട്ടോ. ഒരു തവണ ഞാനത് കണ്ടിട്ടുണ്ട്. മയോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെസിമിസ്റ്റിൻ്റെ ഒരു സിനോണിമാണ്. മയോപ്പിക്, ഒരു ദീർഘവീക്ഷണമില്ലാത്ത, നെഗറ്റീവായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന മയോപ്പിക്. അപ്പോൾ ഒപ്റ്റിമിസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് പെസിമിസ്റ്റ് ആൻഡ് മയോപ്പിക്. ഒരിക്കൽ മയോപ്പിക് ചോദിച്ചിട്ടുണ്ട്, വളരെ റയറായിട്ട് ചോദിച്ചിട്ടുള്ളൂ. ഇത് ടഫ് ക്വസ്റ്റ്യൻ ആണ് അങ്ങനെ വന്നാൽ. കാരണം ഡയറക്റ്റ് ഒരു സിനോണിംസ് ഒന്നും അല്ല. മയോപ്പിക്കിൻ്റെ കറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ തീരെ ദീർഘവീക്ഷണമില്ലാത്ത, ഇത് ദോഷയ്ക്ക് തീർക്കുക, നെഗറ്റീവായിട്ട് കാര്യങ്ങൾ കാണാം. എന്നാലും അതിൻ്റെ ഒരു ഡിസ്റ്റൻ്റ് ആയ സിനിമയാണിത്. ഓക്കെ. അപ്പോൾ ഒരിക്കൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരിക്കും എഴുതി വെച്ചോളൂ. ഒപ്റ്റിമിസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് പെസിമിസ്റ്റ് ആൻഡ് മയോപ്പിക്. യെസ്. നെക്സ്റ്റ് 18ാമത്തെ വേർഡ് ഏലിയൻ. ഏലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശീയമായിട്ടുള്ള,
സ്വാഭാവികമായിട്ടും സ്വദേശീയമായിട്ടുള്ളതിന് നമ്മളെന്താ പറയുക, നേറ്റീവ് അല്ലേ. എന്നാൽ ഏലിയൻ്റെ അതേ അർത്ഥത്തിൽ വരുന്ന മറ്റൊരു സിനോണിംസ് കൂടിയുണ്ട്, ഏലിയൻ്റെ സെയിം മീനിങ്ങിൽ വരുന്നത്. അതൊന്ന് എക്സോട്ടിക് ആണ്. ഇത് രണ്ടും ഒരേപോലെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. രണ്ടും ഒരുപോലെ പരീക്ഷയിൽ ചോദിക്കുന്ന രണ്ട് വാക്കുകളാണ് ഏലിയനും എക്സോട്ടിക്കും. നേറ്റീവാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്, എൻ്റെ ആൻ്റണിം എന്ന് പറയുന്നത് നേറ്റീവാണ്. അതേസമയം മറ്റൊരു വേർഡ് കൂടി ഉണ്ട്, ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്, ഇൻഡിജിനസ്. നേറ്റീവ്, ഇൻഡിജിനസ്, തദ്ദേശീയമായിട്ടുള്ള, സ്വദേശീയമായ, തദ്ദേശീയമായ. ഇൻഡിജിനസ് എന്ന് പറഞ്ഞാൽ സ്വദേശീയമായ അല്ലെങ്കിൽ തദ്ദേശീയമായ. ഓക്കെ, തദ്ദേശീയമായ. യെസ്, ഓക്കെ. നേറ്റീവും ഇൻഡിജിനസും. ഓക്കെ, മറക്കരുത്. 19ാമത്തെ വാക്കിലേക്ക് വരികയാണെങ്കിൽ പാങ്. പാങ് എന്ന് പറഞ്ഞാൽ കഠിന വേദന, കഠിന നോവ്, ഹൃദയവേദന, മനോപീഠ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കഠിന നോവ്, മഹാദുഃഖം, പാങ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വാസം, സന്തോഷം എന്നുള്ള അർത്ഥത്തിലുള്ള എല്ലാ വാക്കുകളും വരും. റിലീഫ്, ആശ്വാസം. പാങ് ഓപ്പോസിറ്റ് റിലീഫ്. പാങ്ങും റിലീഫാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം. 20ാമത്തെ വേർഡിലേക്ക് വരികയാണെങ്കിൽ 20th വേർഡ് ഇസ് ഫ്രാഗ്രൻസ്. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ സുഗന്ധമാണ്, സുഗന്ധം, നറുമണം, സുഗന്ധം, നറുമണം. തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് ദുർഗന്ധമായിരിക്കും. ദുർഗന്ധത്തിന് രണ്ട് പ്രധാനപ്പെട്ട വാക്കുണ്ട്. ഒന്ന് സ്റ്റെഞ്ച്, മാറിപ്പോണ്ട, ഒന്ന് സ്റ്റെഞ്ച്, മറ്റൊന്ന് സ്റ്റിങ്ക്. സ്റ്റെഞ്ച്, സ്റ്റിങ്ക്, ദുർഗന്ധം. സ്റ്റെഞ്ച്, സ്റ്റിങ്ക്. ഓക്കെ, അപ്പോൾ ഫ്രാഗ്രൻസിൻ്റെ ഓപ്പോസിറ്റ്. ഈ ഫ്രാഗ്രൻസിൻ്റെ സിനോണിമായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താ പറയാം, സെൻറ്റ്, പിന്നെ ഓർഡർ എന്നൊക്കെ പറയാം സിനോണിംസ് ആയിട്ട്. യെസ്, ഓക്കെ. ഫ്രാഗ്രൻസ് അതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റെഞ്ച് ആൻഡ് സ്റ്റിങ്. ഓക്കെ, ഇവിടെ സെൻറ്റ് എന്ന് പറയുമ്പോൾ SCENT, സെൻറ്റ്, ഓർഡർ. ഓക്കെ, അപ്പോൾ ഫ്രാഗ്രൻസ് ഓപ്പോസിറ്റ് സ്റ്റെഞ്ച് ആൻഡ് സ്റ്റിങ് പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് എബണ്ടൻ്റ് ആണ്. ഇതും PSCയുടെ ഇഷ്ടപ്പെട്ടൊരു വേർഡാണ്, എബണ്ടൻ്റ്. ഇതിൻ്റെ നൗൺ എന്ന് പറയുന്നത് എബണ്ടൻസ് ആണ് അല്ലേ. എബണ്ടൻസ്, ഒരുപാട് ധനമുള്ള, സമ്പുഷ്ടമായിട്ടുള്ള, ധാരാളമായിട്ടുള്ള അവസ്ഥയാണ് എബണ്ടൻ്റ്. ഒരു എബണ്ടൻസ് എന്ന് പറയുന്നത്. വേറൊരു വേർഡാണ് കോപ്പിയസ്, സമൃദ്ധമായിട്ടുള്ള, ധാരാളമുള്ള, ഒരുപാട് കൂടുതലായിട്ടുള്ള അവസ്ഥ. കോപ്പിയസ്. കുറേ കോപ്പി ഓർത്താൽ മതി അല്ലേ, കുറേ കോപ്പികൾ ഓർത്താൽ മതി, അപ്പോൾ ഓർക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്കറിയാം, വളരെ ദരിദ്രമായിട്ടുള്ള അർത്ഥത്തിൽ വരുന്ന എല്ലാ വാക്കും അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നത്, എത്ര തവണ ചോദിച്ചെന്ന് പറയാൻ സാധിക്കില്ല, അത്രയും തവണ ആവർത്തിച്ച് ചോദിച്ചൊരു വേർഡാണ് സ്കേഴ്സ്. സ്കേഴ്സ്, ശ്രദ്ധിക്കണം, സ്കേഴ്സ്, വിരളമായ, ദുർലഭമായിട്ടുള്ള. ഓക്കെ, വിരളമായ, ദുർലഭമായ എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് സ്കേഴ്സ്. സ്കേഴ്സിൻ്റെ അതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു വേർഡ് ഉണ്ട്, ഇതേപോലെ തന്നെയാണ്, സ്പാഴ്സ്. നോക്കിയേ, ഈ സിയും പിയും തമ്മിലുള്ള മാറ്റേ വരുന്നുള്ളൂ, ഒരേ മീനിങ് ആണ്. ഗോട്ട് ഇറ്റ്, ശ്രദ്ധിക്കുക. സ്കേഴ്സ്, സ്പാഴ്സ്, വിരളമായ എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, പോവേർട്ടി. ചിലപ്പോൾ ഈ രൂപത്തിൽ ചോദിക്കും. പോവേർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ് അല്ലേ. സ്കേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, സ്കേഴ്സിറ്റി. ഓക്കെ, അല്ലെങ്കിൽ പെന്യൂറി. സ്കേഴ്സിറ്റി, പെന്യൂറി എന്നൊക്കെ പോവേർട്ടിയുടെ സിനോണിംസ് ആണ്. ഓപ്പോസിറ്റ് സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ എബണ്ടൻസ് വരാം, റിച്ച് വരാം, വെൽത്ത് വരാം. പ്രധാനമായും പരീക്ഷയിൽ പോവർട്ടിയുടെ ഓപ്പോസിറ്റായിട്ട് ചോദിക്കാറുള്ളത് എഫ്ലുവൻസ് ആണ്, സമൃദ്ധി, ആധിക്യം. തൊട്ട് മുമ്പത്തെ വാക്കും ഈ വാക്കും അടുത്തടുത്ത് ഒരുമിച്ച് പഠിക്കാം. വെൽത്ത്, സമൃദ്ധി, ആധിക്യം. പ്രോസ്പെരിറ്റി, സമൃദ്ധി, ആധിക്യം, ഐശ്വര്യം. എബണ്ടൻസ്, നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അല്ലേ, തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചില്ല, എബണ്ടൻസ്, സമൃദ്ധി, ആധിക്യം. അപ്പോൾ പോവർട്ടിയുടെ ഓപ്പോസിറ്റായിട്ട് വരികയാണെങ്കിൽ അഫ്ലുവൻസ്, വെൽത്ത്, പ്രോസ്പെരിറ്റി, എബണ്ടൻസ്. അപ്പോൾ ഈ വാക്കുകൾ കൃത്യമായി ഈ ബ്രാക്കറ്റിൽ മലയാളം തന്നിരിക്കുന്നത് കൃത്യമായിട്ടും ഓർമ്മയിൽ വെച്ച് വാക്കുകളൊന്നും ഓർത്തോർത്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി പോകുന്നതിന് വേണ്ടിയിട്ടാണ്. 23ാമത്തെ ചോദ്യം, വേർഡ് ബെനവലൻ്റ്, ഉദാരമതിയായ. ഓപ്പോസിറ്റ് മലവലൻ്റ്. ബെനവലൻ്റ്, മലവലൻ്റ്. ബെനവലൻ്റ്, മലവലൻ്റ് ഓർക്കാനും പഠിക്കാനും എളുപ്പമാണ്. ബെനവലൻ്റ് ഉദാരമതിയായിട്ട്, മലവലൻ്റ് ദ്രോഹചിന്തയുള്ള, മറ്റേ ആളുള്ള ദ്രോഹിക്കാനുള്ള മനസ്സുള്ള, അതിനെയാണ് മലവലൻ്റ് പറയുന്നത്. എന്നാൽ അത് മാത്രമല്ല,
യെസ്, ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഇത് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി സിവിലൈസ്ഡ്, പരിഷ്കൃതമായിട്ടുള്ള. തീർച്ചയായിട്ടും ബാർബേറിയനാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. അപരിഷ്കൃതമായ, പണ്ട് മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് സിവിലൈസ്ഡും ബാർബേറിയനും. ഓക്കെ, അപ്പോൾ നമ്മളതിലെ 24 വാക്കായി. 25ാമത്തെ വാക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ അറൈവ്. 25 അറൈവ് എന്ന് പറഞ്ഞാൽ എന്താ? എത്തിച്ചേരുക എന്നാണ്. അപ്പോൾ പുറപ്പെട്ടു പോവുക എന്ന അർത്ഥത്തിലുള്ള വേർഡായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെ ഒരു ഫ്രേസൽ വെർബ് ഓർമ്മിപ്പിക്കുകയാണ്, ടേൺ അപ്പ്. റൈവ് എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസൽ വെർബുണ്ട്, ടേൺ അപ്പ്. റൈവ് എത്തിച്ചേരുക, ടേൺ അപ്പ് ചെയ്യുക. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിപ്പാർട്ട്. റൈവും ഡിപ്പാർട്ടും PSCയുടെ സ്ഥിരം വൊക്കാബുലറിയാണ്. അടുത്തത് ടിമിഡ്. ടിമിഡ് ഭീരുവായ. നേരത്തെ ബ്രേവറിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ടിമിഡ് ഭീരുവായ. ഓപ്പോസിറ്റ് സ്വാഭാവികമായിട്ട് എന്ത് വരും? ബ്രേവ് വരും അല്ലേ? അതാണ് നേരത്തെ ബ്രേവിൻ്റെ ഓപ്പോസിറ്റ് കൊവാർഡൊക്കെ പഠിച്ചത്. കൊവാർഡ്ലി. ടിമിഡ് അഡ്ജക്റ്റീവാണ്, അപ്പോൾ കൊവാർഡ്ലി. ഓക്കെ, ഓപ്പോസിറ്റ് ബ്രേവ് ധീരമായ, ബോൾഡ് ധീരമായ. നേരത്തെ സ്റ്റേണൊക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? അതേ സംഗതിയെ മറ്റു രൂപത്തിൽ നമ്മളോട് അവതരിപ്പിച്ചു. ഫിയർലെസ് നിർഭയമായ, ഡോണ്ട്ലെസ് ധീരനായിട്ടുള്ള, ധീരമായ. അപ്പോൾ മറക്കരുത്, ടിമിഡ് കൊവാർഡ്ലി എന്ന് പറഞ്ഞാൽ ഭീരുവായിട്ടുള്ള. ടിമിഡ് കൊവാർഡ്ലി ഭീരുവായ. ഓപ്പോസിറ്റ് ബ്രേവ്, ബോൾഡ്, ഫിയർലെസ്, ഡോണ്ട്ലെസ്. ഡോണ്ട്ലെസ് ഭയമില്ലാത്ത. ഓക്കെ, ഡോണ്ട് ഭയം, ഡോണ്ട്ലെസ് ഭയമില്ലാത്ത, പേടിയില്ലാത്ത. ഒരെണ്ണം കൂടിയുണ്ട് അഡ്വഞ്ചറസ്, ഭയങ്കര സാഹസമുള്ള. അപ്പോൾ ഇത് ഇത്രയും വാക്കുകൾ ഒരുമിച്ച് പറയാൻ കാരണം ഇതെല്ലാം പല പരീക്ഷയിലും പലതാണ് ചോദിക്കുക. ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ കിട്ടണം. ടിമിഡ്, കൊവാർഡ്ലി, ബ്രേവ്, ബോൾഡ്, ഫിയർലെസ്, ഡോണ്ട്ലെസ്, അഡ്വഞ്ചറസ്. കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെച്ചോളാം. അപ്പോൾ 26ാമത്തെ വാക്ക് കഴിഞ്ഞെങ്കിൽ 27ലേക്ക് കിടക്കാം. 27ാമത്തെ വേർഡ് എന്ന് പറയുന്നത് അമച്വർ. ഇത് മിസ്പെൽറ്റ് വേർഡ്സിൻ്റെ ഭാഗത്ത് എപ്പോഴും ചോദിക്കും. ആമറ്റേയർ. സ്പെല്ലിംഗ് പഠിച്ചോളാം. ആമറ്റേയർ, അമച്വർ. അമച്വർ എന്ന് പറഞ്ഞാൽ തൊഴിൽ വിനോദമായിട്ട് കാണുന്ന ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തുടക്കക്കാരായിട്ടുള്ള ആളുകളൊക്കെയാണ് നമ്മൾ അമച്വർ എന്ന് പറയാം. അതിൻ്റെ ഓപ്പോസിറ്റ് തീർച്ചയായിട്ടും അത് പ്രൊഫഷണലാണ് അല്ലേ? തൊഴിൽ കുറച്ചുകൂടെ ഗൗരവമായിട്ട് പ്രൊഫഷണൽ എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ അമച്വർ ആൻഡ് പ്രൊഫഷണൽ, അമച്വർ ആൻഡ് പ്രൊഫഷണൽ, അമച്വർ ആൻഡ് പ്രൊഫഷണൽ, അമച്വർ ആൻഡ് പ്രൊഫഷണൽ. മറക്കുമോ? മറക്കാൻ പാടില്ല, കാരണം PSC കുറേ കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന 2 വാക്കുകളാണിത്. മിസ്പെൽറ്റ് വേർഡ്സും ചോദിക്കാറുണ്ട്. ആമറ്റേയർ. 28ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വേർഡിലേക്ക് വരികയാണെങ്കിൽ സ്റ്റേഗ്നൻറ്റ്. സ്റ്റേഗ്നൻറ്റ് വാട്ടർ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? റോട്ടിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന പറയും സ്റ്റേഗ്നൻറ്റ് വാട്ടർ. സ്റ്റേഗ്നൻറ്റ് പറഞ്ഞാൽ കെട്ടി നിൽക്കുക, സ്റ്റില്ലായിട്ടുള്ള, സ്ഥിരമായിട്ടുള്ള. സ്റ്റേഷനറി, നിശ്ചലമായ, അനങ്ങാത്ത, സ്റ്റേഷനറി ആയിട്ടുള്ള. സ്റ്റാറ്റിക് എന്ന് പറയുന്ന വേർഡും ഈ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചു. ST അല്ലേ? STയിലാണ് തുടങ്ങുന്നത്. സ്റ്റേഗ്നൻറ്റ്, സ്റ്റില്ല്, സ്റ്റേഷനറി, സ്റ്റാറ്റിക്. ഇതിൽ സ്റ്റേഷനറി മിസ്പെൽറ്റ് വേർഡ്സ് ചോദിക്കാറുണ്ട്. എക്ക് പകരം E വന്നാൽ നമ്മളെ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റേഷനറികളില്ലേ, സ്റ്റേഷനറി ഐറ്റംസ് അതായി പോകും. ഓക്കെ, പേനയും പെൻസിലും പേപ്പറൊക്കെ ഉള്ള സ്റ്റേഷനറി, അത് E ആണ്, ഇത് A ആണ്. അപ്പോൾ ഇവിടെ നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരു വലിയൊരു A, അനക്കമില്ലാതെ നിൽക്കുന്ന ഒരു Aനെ എന്ത് ചെയ്താൽ മതി? ഓർത്താൽ മതി കേട്ടോ. A ഒരനക്കവുമില്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരിക്കലും മറക്കില്ല. സ്റ്റേഷനറിയും അരിയും സ്റ്റേഷനറിയും. ഓക്കെ, മറക്കരുത്. സ്റ്റാറ്റിക്, നിശ്ചലമായിട്ടുള്ള. ഇതെല്ലാം ചോദിക്കാറുണ്ട്. ഇതൊക്കെ സിനോണിംസ് ആണ്. അതിൻ്റെ വിപരീത പദം ആൻ്റണിം എന്തായിരിക്കും? മൊബൈൽ, ചലിക്കുന്ന. മൊബൈൽ, ചലിക്കുന്ന. ഓക്കെ, മൊബൈൽ, ചലിക്കുന്ന. 29ാമത്തെ വാക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ ഫ്രീഡം, സ്വാതന്ത്ര്യം. ഇതെപ്പോഴും ചോദിക്കാറുണ്ട്. ലിബർട്ടി, സ്വാതന്ത്ര്യം, ലിബർട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അടിമത്തത്തിന് കുറേ വാക്കുകളുണ്ട്. ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന വാക്കുകൾ, ഒന്ന് ബോണ്ടേജ്, അടിമത്തം, ബോണ്ടേജ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ വേർഡുണ്ട്, സ്ലേവറി അല്ലേ? അതുകൂടാതെ ക്യാപ്റ്റിവിറ്റി. ബോണ്ടേജ്, ക്യാപ്റ്റിവിറ്റി, സ്ലേവറി, റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന വേർഡും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത് ബോണ്ടേജും
ക്യാപ്റ്റിവിറ്റിയൊക്കെയാണ്. സ്ലേവറിയും എല്ലാവർക്കും അറിയാം, റെസ്ട്രിക്ഷനും ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രീഡം അല്ലെങ്കിൽ ലിബർട്ടിയുടെ ഓപ്പോസിറ്റാണ് ഈ പറഞ്ഞു വരുന്ന വാക്കുകൾ. നെക്സ്റ്റ് പെർസ്വാഡ്. പെർസ്വാഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രേരിപ്പിക്കുക. പെർസ്വാഡ് പ്രേരിപ്പിക്കുക. പെർസ്വാഡ് പ്രേരിപ്പിക്കുക. ഡിസ്വാഡ് പിന്തിരിപ്പിക്കുക. ഡിസ്വാഡ് എന്ന് പറഞ്ഞാൽ പിന്തിരിപ്പിക്കുക. ഡിസ്വാഡ് പിന്തിരിപ്പിക്കുക. അടുത്തത് 31ാമത്തെ വേർഡ് നോളേജാണ്. നോളേജ് എന്ന് പറഞ്ഞാൽ അറിവാണ്. ഓപ്പോസിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഇഗ്നറൻസ് ആയിരിക്കും, അജ്ഞതയായിരിക്കും. അറിവിൻ്റെ ഓപ്പോസിറ്റ് ഇഗ്നറൻസ്, അജ്ഞതയാണ്. 32 ജയൻ്റ്, ഭീമമായ, ഹ്യൂജ്, ബൃഹത്തായ, ഇനോർമസ്, ബൃഹത്തായ, ജയൻ്റ്, ഹ്യൂജ്, ഇനോർമസ്, വെരി ബിഗ്. അല്ലെ, ജയൻ്റായിട്ടുള്ള, ഹ്യൂജായ, ഇനോർമസ് ആയ. ഓപ്പോസിറ്റ് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? വളരെ ചെറിയ എന്നുള്ള രൂപത്തിലായിരിക്കും അല്ലേ. ഈ കൊളോസൽ സ്റ്റാച്യു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതിബൃഹത്തായിട്ടുള്ള, നമ്മൾ പട്ടേലിൻ്റെ സ്റ്റാച്യു വെച്ച കൊളോസൽ സ്റ്റാച്യു, ബിഗ് അല്ലേ. ശ്രാവണബളകുള എന്ന് കേട്ടിട്ടുണ്ടോ? കർണാടകത്തിലെ ഒരു സ്ഥലമാണ്. ശ്രാവണബളകുളയിലാണ് നമ്മളെ ബാഹുബലിൻ്റെ പ്രതിമയുണ്ട്. ദാറ്റ് ഈസ് എ കൊളോസൽ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മോണോലിത്തിക് സ്റ്റാച്യു എന്നറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് എ കൊളോസൽ സ്റ്റാച്യു. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് മൈനിസ്കൂൾ ആവാം, ഡ്വാർഫ് ആവാം, മിനിയേച്ചർ ആവാം കേട്ടോ. ഹ്രസ്വരൂപം മൈനിസ്കൂൾ, ഒരു വേർഡ് മൈനിസ്ക്യൂൾ, മിനിസ്ക്യൂൾ, ഡ്വാർഫ്, മിനിയേച്ചർ. ഈ ഡ്വാർഫ് മിനിയേച്ചറൊക്കെ എപ്പോഴും എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. 33ാമത്തെ വേർഡ് 33 ഗിൽട്ടി, കുറ്റവാളിയായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കുറ്റം ചെയ്യാതെ നിരപരാധിക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാമെന്ന് അറിയാത്ത ആരും ഉണ്ടാവില്ല. ഇന്നസെൻറ്റ്. ഗിൽട്ടി, ഇന്നസെൻറ്റ്. ഗിൽട്ടിയുടെ ഓപ്പോസിറ്റ് ഇന്നസെൻറ്റ്. ഗിൽട്ടിയുടെ ഓപ്പോസിറ്റ് ഇന്നസെൻറ്റ്. 34ാമത്തെ വേർഡ് ഹെറിഡിറ്ററി, പരമ്പരാഗതമായ, പാരമ്പര്യമായിട്ട് ലഭിച്ചിട്ടുള്ള. ഓപ്പോസിറ്റ് ആർജിച്ചെടുത്തത്, അക്വയർ ചെയ്തത്. അപ്പോൾ അക്വയർഡ് അല്ലേ, അക്വയർഡ് ആർജിതമായ. ഹെറിഡിറ്ററി, അക്വയർഡ് ആർജിതമായിട്ടുള്ളത്. നെക്സ്റ്റ് വേർഡ് 35 റിജിഡ് എന്ന് പറഞ്ഞാൽ വളരെ കർക്കശമായ. ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഫ്ലെക്സിബിൾ ആയിരിക്കുമല്ലോ. ഫ്ലെക്സിബിൾ, റിജിഡ്, ഫ്ലെക്സിബിൾ, റിജിഡ്, ഫ്ലെക്സിബിൾ. ഇനി നമ്മൾ 36ാമത്തെ വാക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ ട്രാൻസ്പെറൻറ്റ്, സുതാര്യമായിട്ടുള്ളത്. ട്രാൻസ്പെറൻറ്റ്, സുതാര്യമായിട്ടുള്ളത്. അപ്പോൾ അതാര്യമായതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഒപാക്ക്. ഇതെപ്പോഴും ചോദിക്കുന്ന 2 വാക്കുകൾ. ഒപ്പാക്കും ട്രാൻസ്പെറൻറ്റും. ട്രാൻസ്പെറൻറ്റും ഒപ്പാക്കും. ട്രാൻസ്പെറൻറ്റ്, ഒപ്പാക്ക്. ഇനി ദുർഗ്രഹമായ, പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത, അങ്ങനെയുള്ള ട്രാൻസ്പെറൻ്റ് അല്ലാത്തതിന് അബ്സ്ട്രൂസ് എന്ന് വേണം പറയാം. അബ്സ്ട്രൂസ് ഓർത്തിരിക്കണം, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അബ്സ്ട്രൂസ് എപ്പോഴും ചോദിക്കുന്ന വേർഡാണ് വാഗ്. വാഗ് സ്പെല്ലിങ് ശ്രദ്ധിക്കണേ. ഒരു തവണ ഓയൊക്കെ തന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. തെറ്റാണ്. വാഗ്, അവ്യക്തമായിട്ടുള്ള. ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 100 മാർക്കിൻ്റെ പരിശീലന പരീക്ഷ മോക്ക് ടെസ്റ്റ് ചെയ്യണം. ആ മോക്ക് ടെസ്റ്റ് അവസാനം 75ാമത്തെ വേർഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ആ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത്. ഫ്രീ ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അതോടെ ചെയ്ത് നോക്കുമ്പോഴേ ഈ പറഞ്ഞ സംഗതികൾക്ക് മനസ്സിൽ ഒന്നുകൂടെ ഇരിക്കുകയുള്ളൂ. അൺക്ലിയർ, ട്രാൻസ്പെറൻ്റ് തന്നെ ക്ലിയർ അല്ലേ. അപ്പോൾ അവ്യക്തമായ എന്നർത്ഥത്തിൽ അൺക്ലിയർ പറയാമല്ലോ. ഒപ്പാക്ക്, അബ്സ്ട്രൂസ്, വാഗ്, അൺക്ലിയർ. ഈ അൺക്ലിയറിൻ്റെ ഓപ്പോസിറ്റ് ക്ലിയർ. ക്ലിയർ എന്ന് പറയുന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് കൂടിയാണ് അൺക്ലിയർ അല്ലേ. യെസ്, ട്രാൻസ്പെറൻറ്റിൻ്റെ സിനിമയായിട്ട് നമുക്ക് ക്ലിയർ പറയാം. അടുത്തത് 37 കർണാൽ. കുറച്ച് കട്ടിയുള്ള വാക്കാണ്, പക്ഷെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ശാരീരികമായതിനെയാണ് കർണാൽ എന്ന് പറയാം. അപ്പോൾ ആത്മീയമായത് സ്പിരിച്വൽ. ശാരീരികം കർണാൽ, ആത്മീയം സ്പിരിച്വൽ. കർണാൽ, സ്പിരിച്വൽ. നെക്സ്റ്റ് വേർഡ് ഈസ് ഷാർപ്പ്. ഷാർപ്പ് എന്ന് പറഞ്ഞാൽ വളരെയധികം മൂർച്ചയുള്ളതാണ്. മൂർച്ചയില്ലാത്തതിന് നമ്മൾ ബ്ലണ്ട് എന്നാണ് പറയുക. മൂർച്ചയുള്ള, മൂർച്ചയില്ലാത്ത. ഷാർപ്പ്, ബ്ലണ്ട്. ഷാർപ്പ്, ബ്ലണ്ട്. ഷാർപ്പ്, ബ്ലണ്ട്. ഷാർപ്പ്, ബ്ലണ്ട് അല്ലേ. കത്തീനെ കുറിച്ച് പറയുമ്പോൾ ഷാർപ്പ് നൈഫ്, ബ്ലണ്ട് നൈഫ്. യെസ്, ലെതർജി എന്ന് പറയുന്നൊരു വേർഡുണ്ട്. മാന്ദ്യം അല്ലേ, മൊത്തത്തിലൊരു തണുപ്പ്, ഒരു മന്ദത, മാന്ദ്യം, ലെതർജി. അപ്പോൾ ഭയങ്കര ഉഷാറായിട്ടുള്ളതിന് നമ്മളെന്ത് പറയും? വിഗർ, ഉണർവ്. ലെതർജി, വിഗർ. ലെതർജി, വിഗർ. ലെതർജി, വിഗർ. ഓക്കെ, മറക്കരുത്.
40ാമത്തെ വേർഡ് ഗസ്റ്റ്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിഥിയാണ്. അതിഥിയുടെ ഓപ്പോസിറ്റ് അറിയാത്തവരാരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗസ്റ്റ്, ഹോസ്റ്റ്. ഗസ്റ്റ്, ഹോസ്റ്റ്, ഗസ്റ്റ്, ഹോസ്റ്റ്. 41ാമത്തെ വേർഡ് ബോറോ. കടം വാങ്ങലാണെങ്കിൽ ലെൻഡ് കടം കൊടുക്കലാണ്. അറിയാത്തവരാരുമില്ലല്ലോ. ബോറോ, ലെൻഡ്. 42 പ്രൊഫൈൻ. അശുദ്ധമായിട്ടുള്ള, മലിനമായിട്ടുള്ള. സ്വാഭാവികമായും അതിൻ്റെ ഓപ്പോസിറ്റ് പുണ്യമായിട്ടുള്ള അല്ലെങ്കിൽ പരിശുദ്ധമായ, സാക്രഡ്, ഇമ്മാക്കുലേറ്റ്. പ്രൊഫൈൻ. ഇനി ഡിവൈൻ പറയാമാണെങ്കിൽ ഡിവൈൻ. സാക്രഡ്, ഇമ്മാക്കുലേറ്റ്, ഡിവൈൻ. പ്രൊഫൈൻ്റെ ഓപ്പോസിറ്റാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വേർഡാണ് ഹോളി. പ്രൊഫൈൻ്റെ ഓപ്പോസിറ്റ് ഡിവൈൻ, സാക്രഡ്, ഇമ്മാക്കുലേറ്റ്, ഹോളി. 43ാമത്തെ വേർഡിലേക്ക് വരികയാണെങ്കിൽ അറ്റാച്ച്, കൂട്ടിച്ചേർക്കുക. ഡിറ്റാച്ച്, വേർപെടുത്തുക. അറ്റാച്ച്, ഡിറ്റാച്ച് എല്ലാവർക്കും അറിയാം. 44ാമത്തെ വേർഡിലേക്ക് വരികയാണെങ്കിൽ ഹെവി, ഭാരമുള്ള. ലൈറ്റ്, ഭാരം കുറഞ്ഞ. ഭാരമില്ലാത്ത, ഭാരം കുറഞ്ഞ. ലൈറ്റ്, ഹെവി, ലൈറ്റ്. വിർച്യു എന്ന് പറഞ്ഞാൽ ഇത് എത്ര തവണ ചോദിച്ചെന്ന് പറയാൻ സാധിക്കില്ല. ഇത് സ്ഥിരം ചോദിക്കുന്നൊരു വേർഡാണ്. വിർച്യു, നന്മ, ധർമ്മം. ഓപ്പോസിറ്റ് വൈസ് ആണ്, അധർമ്മം. വിർച്യു, വൈസ്. തിരിച്ചായും ചിലപ്പോൾ ചോദിക്കും വൈസിൻ്റെ ഓപ്പോസിറ്റ് വിർച്യു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 46 ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ളത്. ദാറ്റ് ഈസ് ഒബ്വിയസ്, വ്യക്തമായിട്ടുള്ളത്, വളരെ ക്ലിയർ ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്പോസിറ്റ് നേരത്തെ നമ്മളൊരു ക്ലിയർ, അൺക്ലിയർ ഒക്കെ കണ്ടതല്ലേ? യെസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹിഡൻ, മറഞ്ഞു കിടക്കുന്ന, അൺക്ലിയർ, അവ്യക്തമായ, ഒബ്സ്ക്യൂർ, മറഞ്ഞു കിടക്കുന്ന. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഒബ്വിയസ്, ക്ലിയറിൻ്റെ ഓപ്പോസിറ്റാണ് ഹിഡൻ, അൺക്ലിയർ, ഒബ്സ്ക്യൂർ, മറഞ്ഞു കിടക്കുന്ന. ഓക്കെ. ഒബ്സ്ക്യൂർ, അൺക്ലിയർ, ഹിഡൻ, ഗൂഢമായിട്ടുള്ള, ഗുപ്തമായിട്ടുള്ളത്. 47ലേക്ക് വരാം. ബെയ്നൽ, വളരെ വിരസമായതിനെയാണ് നമ്മൾ ബെയ്നൽ എന്ന് പറയാറുള്ളത്. ഓപ്പോസിറ്റ് ഫ്രഷ്, ഉന്മേഷം നൽകുന്ന. അല്ല, ഒരാളുടെ സ്പീച്ച് കേട്ട് നിങ്ങൾ പറയുകയാണ് ആ സ്പീച്ച് വളരെ ബെയ്നലാണ്, അല്ലെങ്കിൽ അല്ലേ എൻ്റെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് വളരെ ബെയ്നലാണ്. എന്നാൽ അന്നേരം ഉന്മേഷം നൽകുന്ന ഒരു ക്ലാസ് അല്ലെങ്കിൽ പ്രസംഗമാണ് നിങ്ങൾ പറയും ദിസ് ഇസ് വെരി ഫ്രഷ്, അല്ലേ, വളരെ വെരി ഇൻട്രസ്റ്റിംഗ്. വളരെ ലഹരി പിടിപ്പിക്കുന്ന, തലയ്ക്ക് ലഹരി പിടിപ്പിക്കുന്ന തരത്തിലുള്ളതാണെങ്കിലോ ഹെഡി, അത് അങ്ങേ അറ്റാണ്. ഹെഡി അതും ചോദിച്ചിട്ടുണ്ട്. ഫ്രഷ്, ഹെഡി. അടുത്തത് 48 ടെഡിയസ് എന്ന് പറഞ്ഞാൽ മടുപ്പ് വരുത്തുന്ന, മടുപ്പുളവാക്കുന്ന. ടെഡിയസ്, റിലാക്സ്ഡ്, ആശ്വാസം നൽകുന്ന. ടെഡിയസിൻ്റെ ഓപ്പോസിറ്റ് റിലാക്സ്ഡ്. ടെഡിയസ്, റിലാക്സ്ഡ്. 49 സീൽ, ഉത്സാഹം, ഉന്മേഷം. സീൽ ഓപ്പോസിറ്റ് ഡിസ്ട്രസ്, വൈഷമ്യം, ദുരിതം. ഇൻഡിഫറൻസ് എന്ന് പറയുമ്പോൾ വേർഡ് ഒന്ന് ശ്രദ്ധിക്കണം. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് പല രൂപത്തിലും. താല്പര്യമില്ലായ്മയാണ് ഇൻഡിഫറൻസ്. അപ്പോൾ ഡിഫറൻസ് എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും അർത്ഥം ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ താല്പര്യക്കുറവ്, താല്പര്യമില്ലായ്മയാണ് ഇൻഡിഫറൻസ്. 50ാമത്തെ വേർഡ് ഫ്രീക്വൻറ്റ്. ഞാൻ കുറച്ച് വേഗത്തിലാണ് പോകുന്നത്, നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയല്ലോ, നിങ്ങൾക്കൊന്ന് നോട്ട് എഴുതാനും മനസ്സിലാക്കാനുള്ള സമയം. ഫ്രീക്വൻറ്റ് സാധാരണമായ, പതിവായിട്ടുള്ളത്. റയർ, വിരളമായിട്ടുള്ളത്. ഫ്രീക്വൻറ്റ് ഓപ്പോസിറ്റ് റയർ. ഫ്രീക്വൻറ്റ്, റയർ. അങ്ങനെ 50 വാക്കുകൾ പഠിച്ചു കഴിഞ്ഞു. 51 ജെനുവിൻ, യഥാർത്ഥമായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഫേക്ക് ആയിരിക്കും അയഥാർത്ഥമായത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. ജെനുവിൻ, ഫേക്ക്. 52ാമത്തെ വേർഡ് സിമ്പതിയാണ്, സഹതാപമാണെങ്കിൽ. സിമ്പതി ഓപ്പോസിറ്റ് അപ്പതി. സിമ്പതി. ഉദാസീനതയ്ക്കാണ് നമ്മൾ അപ്പതി എന്ന് പറയാറുള്ളത്, സിമ്പതിയുടെ ഓപ്പോസിറ്റ്. 53 ലീഗൽ, നിയമപ്രകാരമുള്ളത്. സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് എന്താ? ഇല്ലീഗലായിരിക്കും അല്ലെങ്കിൽ ഇല്ലിസിറ്റ് ആയിരിക്കും, നിയമവിരുദ്ധം. ഇതും സ്ഥിരം PSCയുടെ ചോദ്യങ്ങളിൽ വരുന്നതാണ്. ഇല്ലിസിറ്റ്, ഇല്ലീഗൽ, ലീഗലിൻ്റെ ഓപ്പോസിറ്റാണ്. 54ാമത്തത് ഡിസ്മിസ്, പിരിച്ചുവിടുക. ജോലി എന്നൊക്കെ നമ്മൾ ഡിസ്മിസ് ചെയ്ത് വിടുക, പിരിച്ചുവിടുക. എന്നാൽ അതേ സ്ഥാനത്തേക്ക് വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിന് റീഇൻസ്റ്റേറ്റ് എന്നാ പറയുക. റീഇൻസ്റ്റേറ്റ്, യഥാസ്ഥാനത്ത് നിയോഗിക്കുക, പുനഃസ്ഥാപിക്കുക. ഡിസ്മിസിൻ്റെ ഓപ്പോസിറ്റ് റീഇൻസ്റ്റേറ്റ്. ഫ്രൂട്ട്ഫുൾ, ഫലവത്തായ, സമൃദ്ധമായ, ഫലഭൂയിഷ്ഠമായിട്ടുള്ള. ഓപ്പോസിറ്റ് ബാരൻ, തരിശായ.
ഫ്രൂട്ട്ഫുൾ ബാരൻ. ഫ്രൂട്ട്ഫുൾ ബാരൻ തരിശായിട്ടുള്ള, ശ്രദ്ധിക്കുക, കായ്കനികളില്ലാത്ത, ബാരൻ. ഫ്രൂട്ട്ഫുൾ വളരെ ഫലവത്തായ, ഫലസമൃദ്ധമായ, ഫലപുഷ്ടമായിട്ടുള്ള. വേറൊന്നാണ് ഫ്യൂട്ടൈൽ. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ ഒരു പ്രവർത്തനം വ്യർത്ഥമായിപ്പോയി, ഫ്യൂട്ടൈലായിപ്പോയി. ഫ്യൂട്ടൈൽ അല്ലെങ്കിൽ ഇതിൻ്റെ നൗണ് ഫ്യൂട്ടിലിറ്റി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഫ്യൂട്ടിലിറ്റി ഇതിൻ്റെ നൗണാണ് കേട്ടോ. ഓക്കെ. എറിഡ്, വളരെ തരിശായിട്ടുള്ള, തരിശായ ഭൂമിയിൽ എറിഡ്. ഓക്കെ. അപ്പോൾ നോക്കിയേ, ഫ്രൂട്ട്ഫുള്ളിൻ്റെ ഓപ്പോസിറ്റാണ് ബാരനും ഫ്യൂട്ടൈലും എറിഡും. പലതവണ പല രൂപത്തിൽ പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ തരുന്ന വാക്കുകൾ ആൻ്റണിമിൽ ഫോക്കസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ കൂടിയും സിനോണിംസ് ആയിട്ട് കൂടി പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്ന വാക്കുകളാണ് ഇവയെല്ലാം. ഫ്യൂട്ടിലിറ്റി ഞാനിപ്പോൾ പറഞ്ഞു, നൗൺ, നിരർത്ഥകത, യൂസ്ലെസ്നെസ്. ഇതിൻ്റെ സിനോണിമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫ്യൂട്ടിലിറ്റി ഇപ്പോൾ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് അതിൻ്റെ നാമരൂപത്തിൽ പറയുന്നു, യൂസ്ലെസ്നെസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് യൂസ്ഫുൾനെസ് അല്ലേ, യൂസ്ലെസ്നെസ്, യൂസ്ഫുൾനെസ്, ഫ്രൂട്ട്ഫുൾനെസ് അല്ലേ. നേരത്തെ ഫ്രൂട്ട്ഫുൾ പഠിച്ചില്ലേ, ഫ്രൂട്ട്ഫുൾനെസ്. അപ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെയും പഠിക്കണം. ഫ്യൂട്ടിലിറ്റി, യൂസ്ലെസ്നെസ്സിൻ്റെ ഓപ്പോസിറ്റ് യൂസ്ഫുൾനെസ്, ഫ്രൂട്ട്ഫുൾനെസ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് തൊട്ടുമ്പത്തിൽ ഫ്രൂട്ട്ഫുൾ, ഇവിടെ നമുക്ക് ഒന്നുകൂടെ ആഡ് ചെയ്യാം യൂസ്ലെസ് അല്ലേ, യൂസ്ലെസ്. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഓക്കെ. ഫ്രൂട്ടിലിറ്റി, യൂസ്ലെസ്നെസ്, യൂസ്ഫുൾനെസ്, ഫ്രൂട്ട്ഫുൾനെസ്. ഓക്കെ. നെക്സ്റ്റ് 57ാമത്തെ വേർഡ് ലീതൽ. ലീതൽ എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള, ലീതൽ വളരെയധികം മാരകമായ, ലീതൽ മാരകമായ, ലീതൽ. ഓക്കെ. ഡെഡ്ലി മാരകമായ, ഡെഡ്ലി മാരകമായ, ഫേറ്റൽ മാരകമായ. ശ്രദ്ധിക്കണം, ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. ലീതൽ, ഡെഡ്ലി, ഫേറ്റൽ. ഓപ്പോസിറ്റ് ഹാംലെസ്, അത്ര ഉപദ്രവകാരിയല്ലാത്ത, നിരുപദ്രവകാരിയായിട്ടുള്ള, നിരുപദ്രവപരമായിട്ടുള്ള ഹാംലെസ്. ഹാംലെസ്സിൻ്റെ ഓപ്പോസിറ്റാണ് ഫേറ്റൽ, ഡെഡ്ലി, ലീതൽ. ഫേറ്റൽ, ഡെഡ്ലി, ലീതൽ. ലീതൽ, ഡെഡ്ലി, ഫേറ്റൽ. 58ാമത്തെ വേർഡ് ഡിസ്ഗ്രേസ്, അവമതി. അതായത് ഇഗ്നോമിനി എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഇതിൻ്റെ സിനോണിമാണ്, ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇഗ്നോമിനി, അപകീർത്തി. ഡിഫമേഷൻ, ഡിഫമേഷൻ ഇതിൻ്റെ സിനോണിം തന്നെയാണ്. ഡിഫമേഷൻ, ഡിഫമേഷൻ കേസിനെ കുറിച്ച് കേട്ടില്ലേ? ഡിഫമേഷൻ, ഡിസ്ഗ്രേസ്, ഇഗ്നോമിനി. അതിൻ്റെ ഓപ്പോസിറ്റ് ഗ്ലോറി, മഹിമ, മഹത്വം, ഗ്ലോറി. ഓക്കെ. റെസ്പെക്റ്റ് ഒക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ, റെസ്പെക്റ്റ്, ഗ്ലോറി. 59ാമത്തെ വേർഡ് പ്രൂഡൻറ്റ്. പ്രൂഡൻ്റ് എന്ന് പറഞ്ഞാൽ വിവേകമുള്ള, അത് ചിന്തിച്ച് ആലോചിച്ച് വിവേകത്തോടു കൂടി ചെയ്യുന്ന പ്രൂഡൻറ്റ്. ഓപ്പോസിറ്റ് ഫൂളിഷ്, ബുദ്ധിശൂന്യമായ. പ്രൂഡൻ്റ് ഓപ്പോസിറ്റ് ഫൂളിഷ്, പ്രൂഡൻറ്റ്, ഫൂളിഷ്. 60ാമത്തെ വേർഡ് ഇൻക്ലൂഡ്, ഉൾപ്പെടുത്തുക. പുറത്താക്കുന്നതിനെയോ എക്സ്ക്ലൂഡ്, ഇൻക്ലൂഡ്, എക്സ്ക്ലൂഡ്, ഒഴിച്ചു നിർത്തുക, പുറത്താക്കുക. 61ാമത്തെ വാക്ക് ഡിഫിഡൻറ്റ്, ആത്മവിശ്വാസം ഇല്ലായ്മ. ആത്മവിശ്വാസം ഉള്ളതിനെയോ കോൺഫിഡൻറ്റ്, ഡിഫിഡൻറ്റ്, കോൺഫിഡൻറ്റ്, ഡിഫിഡൻറ്റ്, കോൺഫിഡൻറ്റ്. കുറേ തവണ ചോദിച്ചിട്ടുള്ള വാക്കുകളാണ്, ശ്രദ്ധിക്കുക. സിമിലർ, സമാനമായിട്ടുള്ള. എന്നാൽ സമാനമല്ലാത്തതിനെയോ ഡിസ്സിമിലർ, സിമിലർ, ഡിസ്സിമിലർ, സിമിലർ, ഡിസ്സിമിലർ. അടുത്ത വേർഡ് 63 അസെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മുകളിലേക്ക് കയറുക, അല്ല മുകളിലേക്ക് കയറുക, ഉയരുക. സോർ എന്ന് പറയുന്ന വേർഡിൻ്റെ SOAR, സോർ. അതും വളരെ പ്രധാനപ്പെട്ട വേർഡാണ്, സോർ. ഇതും ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ഒരുപാട് അവിടെ ഈ സോർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അസെൻറ്റ്, സോർ. അതിൻ്റെ ഓപ്പോസിറ്റ് താഴേക്ക് വരുന്നതിന് ഡിസെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഡിസെൻറ്റ് അല്ലെങ്കിൽ ഡിസെൻറ്റ്. അപ്പോൾ ഇവിടെ ക്ലൈംബ് കൂടി കൂടുതൽ ഉൾപ്പെടുത്തിക്കോളൂ. അസെൻറ്റ്, സോറ്, ക്ലൈംബ്, ഡിസെൻറ്റ്. ഓക്കെ, മറക്കരുത്. അസെൻറ്റ്, സോറ്, ക്ലൈംബ്, ഓപ്പോസിറ്റ് ഡിസെൻറ്റ്. നെക്സ്റ്റ് 64ാമത്തെ വേർഡ് റീകാൽസിട്രൻറ്റ്. PSCയുടെ മറ്റൊരു സ്ഥിരം വേർഡാണ്. റീകാൽസിട്രൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒബ്സ്റ്റിനേറ്റ് ആയിട്ടുള്ള, വഴങ്ങാത്ത, ഡിസൊബീഡിയൻറ്റ് ഓർ ഒബ്സ്റ്റിനേറ്റ്, മർക്കടമുഷ്ടിയുള്ള, ദുർവാശിയുള്ള, ഡിസൊബീഡിയൻറ്റ്, റീകാൽസിട്രൻറ്റ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് സബ്മിസീവ്, വഴക്കമുള്ള, സബ്മിസീവ്, വഴക്കമുള്ള. ജൊസൈൽ, ഇണക്കമുള്ള, വഴക്കമുള്ള, ഇണക്കമുള്ള അല്ലെങ്കിൽ അനുസരണയുള്ളതിനെ ഒബീഡിയൻ്റ് എന്ന് പറയും. ഈ പറഞ്ഞ എല്ലാ വാക്കുകളും PSCയുടെ വളരെ പ്രിയപ്പെട്ട വാക്കുകളാണ്. എപ്പോഴും പരീക്ഷയിൽ ഇതൊക്കെ തിരിച്ചും മറിച്ചും വരാറുണ്ട്. വഴങ്ങാത്ത, അനുസരണയില്ലാത്ത എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാക്കാണ് റീകാൽസിട്രൻറ്റ്, ഡിസൊബീഡിയൻറ്റ്, ഓബ്സിനേറ്റ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് സബ്മിസീവ്, ഡൊസൈൽ, ഒബീഡിയൻറ്റ്.
ഇതൊക്കെ സിനനിമായിട്ട് സബ്മസീവിൻ്റെ അല്ല സിനനിമായിട്ട് ഡൊസൈൽ വരാം, ഡൊസൈലിൻ്റെ സിനനിമായിട്ട് ഒബീഡിയൻ്റ് വരാം. ഇതൊക്കെ സിനനിംസിൽ ചോദിക്കാം. ഇവിടെ ഇത് സിനനിംസിൽ ചോദിക്കാം. ഓക്കെ, ഇനി ആൻ്റണിം ചോദിക്കാം. 65ാമത്തെ വേർഡ് വോസിഫറസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോലാഹലമായ ബഹളം കൂട്ടുന്ന വോസിഫറസ്, ക്ലാമറസ്, ശബ്ദമയാനമായിട്ടുള്ള വോസിഫറസ്, ക്ലാമറസ് അല്ലേ, ഓർക്കാൻ എളുപ്പമാണ്. റസ് റസ് വോസിഫറസ് ക്ലാമറസ്, ശബ്ദമയാനമായിട്ടുള്ള. വായിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ബഹളമുണ്ട് അല്ലേ. വോസിഫറസ് ക്ലാമറസ്. ബോയിസ്ചറസ് മറ്റൊരു ബഹളമാണ്, ശബ്ദമുഖരിതമായ ബോയിസ്ചറസ്. വോസിഫറസ് ക്ലാമറസ് ബോയിസ്ചറസ്, വോസിഫറസ് ക്ലാമറസ് ബോയിസ്ചറസ്. സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് എന്തായിരിക്കും? കാം, ഫെയ്ഡ്, ക്വയറ്റ്, സൈലൻറ്റ്. ഫെയ്ഡ്, ക്വയറ്റ്, സൈലൻറ്റ്, കാം. ഫെയ്ഡ് ക്ഷീണിച്ച, ഫെയിൻറ്റ് ക്ഷീണിച്ച, ക്വയറ്റ് മൗനമായ, സൈലൻറ്റ് മൗനമായ, കാം ശാന്തമായ. ഇനി വേറൊരു വേർഡും കൂടെ പറഞ്ഞുതരാം, ട്രാങ്കിൾ പ്രശാന്തമായ, ട്രാങ്കിൾ. ഇതും കൂടെ എഴുതി വെച്ചോ, പ്രശാന്തമായ, ട്രാങ്കിൾ, ട്രാങ്കിലിറ്റി, പ്രശാന്തത, ട്രാങ്കിലിറ്റി. ഓക്കെ, ഇതിൻ്റെ നൗണാണ്, ട്രാങ്കിളിൻ്റെ നൗണാണ് ട്രാങ്കിലിറ്റി. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് ദ നൗൺ. യെസ്, 66ാമത്തേലേക്ക് പോവാം. 66 ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. ഇൻഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി കേട്. ഗ്രാറ്റിറ്റ്യൂഡ്, ഇൻഗ്രാറ്റിറ്റ്യൂഡ്, സിമ്പിൾ. സ്റ്റെയിൽ പഴകിപ്പോയ, ചീഞ്ഞു പോയ, പഴകിയത്, കേടായത്. ഓക്കെ, ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഫ്രഷ് ആയിരിക്കും, പുതിയത്. സ്റ്റെയിൽ ഫ്രഷ്, സ്റ്റെയിൽ ഫ്രഷ്. 68ാമത്തെ വേർഡ് ഫോർമർ, ആദ്യം പറഞ്ഞത്, മുമ്പേ ഉള്ളത് ഫോർമർ. രണ്ടാമത് പിന്നീട്, രണ്ടാമത്തേത് ലാറ്റർ. ഫോർമർ ലാറ്റർ, ഫോർമർ ലാറ്റർ, ഫോർമർ ലാറ്റർ. നെക്സ്റ്റ് 69 ജനറസ്, ഉദാരമതിയായിട്ടുള്ള, എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ള, ബെനവലൻ്റ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ജനറസ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ജനറസ്, ബെനവലൻറ്റ്, കൈൻഡ്, ദയുള്ള. ഇതിൻ്റെ ഓപ്പോസിറ്റ് ജനറസ് അല്ലാത്ത, ബെനവലൻ്റ് അല്ലാത്ത, കൈൻഡ് അല്ലാത്തത് നമ്മൾ എന്ത് പറയും? ഒന്ന് എക്കണോമിക്കലാണ്, ചിലവ് ചുരുങ്ങിയിട്ടില്ല. ഉദാരമതി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എക്കണോമിക്കൽ. പിന്നെ സ്റ്റിഞ്ചി, പിശുക്കുള്ള, മൈസേളി, പിശുക്കനായ. മൈസേളി, സ്റ്റിഞ്ചി, എക്കണോമിക്കൽ. ഓപ്പോസിറ്റ് കൈൻഡ്, ബെനവലൻ്റ്, ജനറസ്. മറക്കരുതേ, ഇത് എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന വാക്കുകളാണ്, നിസ്സാരമല്ല. 70ാമത്തെ വേർഡ് ഹോപ്പ്, പ്രതീക്ഷ. ഹതാശ അല്ലെങ്കിൽ നിരാശയ്ക്ക് എന്ത് പറയും? ഡെസ്പയർ. ഹോപ്പ്, ഡെസ്പയർ. ഹോപ്പിൻ്റെ ഓപ്പോസിറ്റ് ഡെസ്പയർ. 71ാമത്തെ വേർഡ് പ്രൈഡ്. പ്രൈഡ് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക, പ്രൈഡ് നൗണാണ്. ദറ്റ് ഈസ് അഹങ്കാരം. അതിൻ്റെ അഡ്ജക്റ്റീവ് വേറെയാണ്, അതിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഹ്യൂമിലിറ്റി, വിനയം എന്നർത്ഥത്തിൽ. പ്രൈഡിൻ്റെ ഓപ്പോസിറ്റ് ഹ്യൂമിലിറ്റി. ഹ്യൂമിഡിറ്റി അല്ല കേട്ടോ, ഹ്യൂമിഡിറ്റി എന്ന് ഒരിക്കൽ പരീക്ഷ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പം. ദിസ് ഈസ് ഹ്യൂമിലിറ്റി. ഓക്കെ. 72ാമത്തെ വേർഡ് പ്രൗഡ്. അപ്പോൾ നേരത്തെ പ്രൈഡ് അഹങ്കാരം, അഹങ്കാരമുള്ളതിനെ പ്രൗഡ് എന്ന് പറയും. പ്രൗഡ് എന്ന് പറഞ്ഞാൽ അഭിമാനം എന്നും അർത്ഥമുണ്ട് കേട്ടോ. പ്രൗഡ് ഒരേ സമയം അഭിമാനം എന്നും ഒരേ സമയം അഹങ്കാരമുള്ള എന്നും അർത്ഥമുണ്ട്. രണ്ട് രീതിയിലും പറയാം. അപ്പോൾ പ്രൗഡ് അഹങ്കാരമുള്ള, ഹോട്ടി, അരഗൻറ്റ്. ശ്രദ്ധിക്കുക, ഇതൊക്കെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്നത്. പ്രൗഡ്, ഹോട്ട്, അരഗൻറ്റ്. പരീക്ഷയിൽ ചിലപ്പോൾ ഒരു ചോദ്യം തരും, ഇത് മൂന്നും ഉണ്ടാവും, പിന്നെ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് തന്നിട്ടുണ്ടാവും. അത് ഓപ്പോസിറ്റ് കണ്ടെത്താൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് മൂന്നും ഇതിൻ്റെ സിനനിമാണ്. ഇത് മൂന്നും അല്ലാത്തതാണ് ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് ഹംബിൾ, വിനയമുള്ള, അല്ലെങ്കിൽ മോഡസ്റ്റ്, മര്യാദയുള്ള. ഹംബിൾ, മോഡസ്റ്റ്. പ്രൗഡ്, ഹോട്ടി, അരഗൻറ്റ്. ഓപ്പോസിറ്റ് ഹംബിൾ, മോഡസ്റ്റ്. വളരെ പ്രധാനപ്പെട്ടാണ് 72ാമത്തെ വേർഡ്. ഇനി 73ലേക്ക് പോകാം. മോഡസ്റ്റ്. ഈ പറഞ്ഞ കാര്യം മര്യാദയുള്ള എന്ന അർത്ഥത്തിൽ ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇമ്മോഡസ്റ്റ്. തൊട്ട് മുമ്പിൽ നമ്മൾ കണ്ടില്ലേ, മോഡസ്റ്റ്, ഇമ്മോഡസ്റ്റ്. ഇനി 74 ഡൗൺ. ഡൗൺ എന്ന് പറഞ്ഞാൽ പ്രഭാതം. അപ്പോൾ പ്രദോഷം, സായം, സന്ധ്യയ്ക്ക് ഡസ്ക് എന്ന് പറയും. ഡൗണും ഡസ്കും പരീക്ഷയിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു വാക്കാണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് വേർഡിലേക്ക് വരാം, റെട്ടിസെൻ്റ്. റെട്ടിസെൻ്റ് എന്ന് പറഞ്ഞാൽ മിതഭാഷിയായ, മിതഭാഷിയായ, അല്പഭാഷിയായ, വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന, അതാണ് റെട്ടിസെൻ്റ്, മിതഭാഷിയായിട്ടുള്ള. ഓപ്പോസിറ്റ് സ്വാഭാവികമായിട്ടും വായാടി അല്ലേ, ഭയങ്കരമായി സംസാരിക്കുന്ന. അപ്പോൾ ടോക്കേറ്റീവ് അല്ലെങ്കിൽ ലൊക്കേഷ്യസ്,
ലൊക്കേഷ്യസ് വായാടിയായ, ടോക്കേറ്റീവ് വായാടിയായ, പരീക്ഷയിൽ സ്ഥിരം ചോദിക്കുന്നൊരു വേർഡാണ് ഗ്യാരുലസ്, വായാടിയായ. ഓക്കെ, ശ്രദ്ധിക്കൂ, ലൊക്കേഷ്യസ്, ടോക്കേറ്റീവ്, ഗ്യാരുലസ്. റെറ്റിസെൻ്റിൻ്റെ ഓപ്പോസിറ്റാണ് ലൊക്കേഷ്യസ്, ടോക്കേറ്റീവ് ആൻഡ് ഗ്യാരുലസ്. ശ്രദ്ധിക്കുക, 75 വാക്കുകൾ പഠിച്ചു വന്നു. ഇത്രയും 75 വാക്കുകളെ വെള്ളം പോലെ പഠിച്ചതിന് ശേഷമേ നിങ്ങൾ ഇനി വേറെ അഡ്വാൻസ് പഠിക്കാൻ പാടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ബേസ്. അപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ ഇത്രയും കൃത്യമായി പഠിക്കണം. ഒരു വലിയ ശതമാനം ഇത്തരം ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയാണ് പരീക്ഷയിലുള്ളത്. ഓക്കെ, ഇനി ഈ പഠിച്ച കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു പ്രാക്ടീസ് ടെസ്റ്റ് നിങ്ങൾ ഒന്നല്ല ഒരുപാട് തവണ ചെയ്യണം. അപ്പോൾ ഈ വാക്കുകളെല്ലാം പല പരീക്ഷകളിലും വന്നതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ട്, കാരണം ഒരു ചോദ്യം തന്നെ 20-25 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് 25 പ്രാവശ്യം തരാൻ പറ്റില്ലല്ലോ. അത് 1-2 തവണ ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്ന രൂപത്തിൽ 100 ചോദ്യങ്ങളുടെ ഒരു പരിശീലന ടെസ്റ്റ് നിങ്ങൾക്ക് ഇതാ തരികയാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടെ ഹോം പേജിൽ തന്നെ കാണാം, ഇങ്ങനെ മുമ്പിൽ ഒരു ബാനർ കാണാം, PSC ആവർത്തിച്ച് ചോദിക്കുന്ന 75 വൊക്കാബുലറികളുടെ പ്രാക്ടീസ് ടെസ്റ്റ്. ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ ആ ടെസ്റ്റ് കിട്ടും. അതിൽ കയറിയിട്ട് ടെസ്റ്റുകൾ ആവർത്തിച്ച് ചെയ്യുക. ഇത് എൻ്റെ സ്വന്തം ആപ്പാണ്, നമ്മുടെ സ്വന്തം ആപ്പാണ് ബ്രിസ്റ്റു. നേരത്തെ PSC റാങ്ക് ബുക്ക് എന്നറിയപ്പെട്ടിരുന്ന ആപ്പാണ്. ഇപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് വളരെ ഒരുപാട് ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന, വളരെ ഗൗരവമുള്ള, പഠനത്തിന് ഹെൽപ്പ് ചെയ്യുന്നൊരു ആപ്പാണ്. ഇത് നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ടാണ് ചെയ്യാൻ പറ്റുക. ആപ്പ് പോയിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് ആപ്പിൽ പലതും ഉണ്ടാവും, നിങ്ങൾ ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ പഠിച്ച 75 വാക്കും ഓർമ്മയിൽ ഇങ്ങനെ നിന്ന് പോകണമെങ്കിൽ പ്രാക്ടീസ് തന്നെ വേണം. ഇപ്പോൾ ഇത്രയും നേരം നിങ്ങൾ പഠിച്ചത് ചോദ്യമായി പരീക്ഷ പേപ്പറിലെ ചോദ്യ രൂപത്തിൽ കണ്ടാലേ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് 100 ചോദ്യമുണ്ട്, പല തവണ ആ 100 ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 70 മാർക്ക് കിട്ടുള്ളൂ. അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അത് 90 ആവും. മൂന്നാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ ചെയ്യുമ്പോൾ 100-ൽ 100 കിട്ടും. ഓക്കെ, അങ്ങനെ 100-ൽ 100 കിട്ടിയിട്ട് വീണ്ടും അത് 100 കിട്ടിയത് വെച്ച് നിർത്തണ്ട. വീണ്ടും ഒരു 3-4 പ്രാവശ്യം വെറുതെ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബ്രിസ്റ്റു എന്ന് ടൈപ്പ് ചെയ്താൽ മതി, അപ്പോൾ കിട്ടും. ഇതാണ് അതിൻ്റെ എംബ്ലം. ഇൻസ്റ്റാൾ ചെയ്യുക. ഹോം പേജിൽ ഈ ഭാഗത്ത് ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആപ്പിൽ തന്നെ താഴെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട്, അതുപോലെ സംശയങ്ങൾ ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചോദിച്ചാൽ മതി, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് എന്ത് ഡൗട്ടുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സെഷനോട് വൈൻഡപ്പ് ചെയ്യുന്ന ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, മറക്കരുത്. ഇനി നമുക്ക് ഇതേപോലെ സിനനിംസിൻ്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാവും, സിനനിംസ്. ആ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ക്ലാസ് കൂടെ ഇതുപോലെ ഞാൻ ചെയ്യും. ഇതേപോലെ 10-75-100-ൽ താഴെ വരുന്ന സിനനിംസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള പല വാക്കുകൾ തന്നെയാണ് അതിലും വരുന്നത്. എങ്കിലും ആ ഒരു സിനനിംസിൻ്റെ ആംഗിളിലൂടെ തിരിച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ, ആ ക്ലാസ്സുകൂടെ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ആൾ ദി ബെസ്റ്റ്. ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ കൂടെ ഇതുപോലെയുള്ള എല്ലാ ക്ലാസ്സുകളുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. ആവശ്യമുള്ള ഇംഗ്ലീഷിൽ ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ പർട്ടിക്കുലർ ക്ലാസ് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ ചെയ്തു തരും. ഓക്കെ, വിഷ് യു ആൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.